ഹലോ ഡിയേഴ്സ്. 2 മാസത്തെ സ്കൂൾ അവധിക്ക് ശേഷം ഹെയ്നി ബേബി വീണ്ടും സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആള് സന്തോഷത്തോടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ സന്തോഷം ഒരു അല്പ നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ എത്തിയതും ആളുടെ മുഖം അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 2 മാസം വീട്ടിൽ കിടന്നില്ലേ, അതിന്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു ആൾക്ക്. അവിടെ ചെന്ന് പ്രെയർ ഒക്കെ കഴിഞ്ഞ് ഒരു അധ്യക്ഷ പ്രസംഗമൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാനുള്ള തിരക്കിലായിരുന്നു പക്ഷെ ആ സമയത്തും കൂട്ടുകാരോട് സംസാരിക്കാൻ ഹെയ്ഡി ബേബിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. വിളക്ക് കത്തിക്കല് കഴിഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞത് ഓരോ ക്ലാസ്സിന്റെ മുന്നിൽ ഓരോ കുട്ടികൾക്ക് കത്തിക്കാനുള്ള വിളക്കും കാര്യങ്ങളൊക്കെ അവർ കരുതിയിട്ടുണ്ട്. സോ പേര് വിളിക്കുന്ന അനുസരിച്ച് എല്ലാവരും അവരവരെ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ ലൈനായിട്ട് നിൽക്കാനായിരുന്നു. വിളക്ക് കത്തിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സ് ഓരോ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം വിളിച്ചത് പ്രീ-KG ക്ലാസ്സിലെ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഹെയ്നുവിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോഴും ഈ ഒരു കരച്ചിലും നിലവിളി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതേ സെയിം ആയിരുന്നു കേട്ടോ ഇത്തവണയും. ഒത്തിരി പിള്ളേര് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഹെയ്നു വലിയ കുട്ടിയായതുകൊണ്ട് കരയില്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആളൊരു നൈസിനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ വിളിച്ചത് LKG കുട്ടികളെയാണ്. LKG കുട്ടികളെ കൂട്ടത്തിലായിരുന്നു നമ്മുടെ ഹെയ്നു ബേബി ഇത്തവണ. അപ്പോ വലിയ കുട്ടിയായല്ലോ, LKG സ്റ്റുഡന്റ് ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചായിരുന്നു ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ വെൽക്കമൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് ഓടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എന്താ അറിയോ, ഹെയ്സിനെ സർപ്രൈസ് ചെയ്തത് ഹെയ്നു ബേബിക്ക് അവിടെ ഇത്തവണ അവന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പിള്ളേരെക്കാൾ കൂടുതൽ പിള്ളേർ ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര്. അപ്പോ കുഞ്ഞുങ്ങൾ ഇച്ചിരി കൂടുതലായിരുന്നത് കൊണ്ട് തന്നെ എല്ലാരും കണ്ടപ്പോ ഇത് ആരൊക്കെയാണ് എന്നൊരു കൺഫ്യൂഷൻ ആളുടെ മുഖത്ത് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതങ്ങ് ഓക്കെ ആയി കേട്ടോ. പിന്നെ ടീച്ചേഴ്സും സിസ്റ്ററിനോടൊക്കെ കുറെ നേരം സംസാരിച്ചായിരുന്നു. ടീച്ചേഴ്സിനെയും സിസ്റ്റേഴ്സിനെയൊക്കെ നേരത്തെ അവർ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആർക്കും സംസാരിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പിന്നെ പുതിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇച്ചിരി ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി.